അനന്തമായി പരന്നു കിടക്കുന്ന ആ ആഴക്കടലിന്റെ മുകളിലേക്ക് നേർത്തൊരു നിലാവെളിച്ചം പടരാൻ തുടങ്ങിയപ്പോഴാണ് അലി പതുക്കെ കണ്ണുകൾ തുറന്നത്. മുറിയുടെ വലിയ ഗ്ലാസ് ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയ അവൾ ഒരു നിമിഷം താൻ എവിടെയാണെന്ന് ഓർക്കാതെ പകച്ചുപോയി. കടലിന്റെ ഇരമ്പൽ ഇപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. നേരം പുലരുന്നതേയുള്ളൂ. ആകാശത്തിന്റെ ഒരറ്റത്ത് ഇളം ചുവപ്പും മഞ്ഞയും കലർന്ന നിറങ്ങൾ പതുക്കെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. തലേ ദിവസത്തെ യാത്രാക്ഷീണവും മനസ്സിലെ ഭയവും ഉറക്കത്തിൽ എവിടെയോ ഉരുകിപ്പോയിരുന്നു. അവൾ ജനാലയ്ക്കരിയിലുള്ള ആ വലിയ സോഫയിലേക്കൊന്ന് നോക്കി. അവിടെ നീണ്ടു നിവർന്നുറങ്ങുന്ന ആയിഷിനെയാണ് അവൾ കണ്ടത്. നേർത്ത പുതപ്പിനുള്ളിൽ അവൻ തികച്ചും ശാന്തനായി ഉറങ്ങുകയായിരുന്നു. ആ വലിയ സോഫയിൽ ഒതുങ്ങിക്കൂടി കിടക്കുന്ന അവനെ കണ്ടപ്പോൾ അലിയുടെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം തോന്നി. തനിക്ക് വേണ്ടിയല്ലേ ഇത്രയും വലിയൊരു മനുഷ്യൻ രാത്രി മുഴുവൻ ആ സോഫയിൽ കിടന്ന് കഷ്ടപ്പെട്ടത്. അവൾ ഒട്ടും ശബ്ദം ഉണ്ടാക്കാതെ പതുക്കെ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തെ മരപ്പാലത്തിലേക്ക് ഇറങ്ങി. പുലർച്ചയിലെ തണുത്ത കാറ്റ് അവളുടെ മുഖത്തേക്ക് അടിച്ചു കയറി. കടൽ വെള്ളം ഇപ്പോൾ തികച്ചും ശാന്തമാണ്. വെള്ളിയുടെ താഴേക്ക് നോക്കിയപ്പോൾ തെളിഞ്ഞ നീലവെള്ളത്തിൽ ചെറിയ പരൽമീനുകൾ കൂട്ടമായി നീന്തി നടക്കുന്നത് അവൾ കണ്ടു. കരയിലെ തെങ്ങോലകളെ തലോടി വരുന്ന ആ കാറ്റിന് നാട്ടിലെ കാറ്റിനേക്കാൾ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ അവൾക്ക് തോന്നി. നാട്ടിലെ കാറ്റുപോലെ അത്ര സുഖല്ലല്ലേ ഇവിടുത്തെ കാറ്റിന്? പെട്ടെന്ന് പുറകിൽ നിന്നും ആയിഷിന്റെ ശബ്ദം കേട്ടാണ് അലി ഞെട്ടി തിരിഞ്ഞു നോക്കിയത്. അവൻ എപ്പോഴാണ് ഉണർന്നതെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ഉറക്കമുണർന്നതിന്റെ ചെറിയൊരു ക്ഷീണം അവന്റെ മുഖത്തുണ്ടായിരുന്നു. അയ്യോ, ഞാൻ ഉണർത്തിയോ? അലി ചോദിച്ചു. ഹേയ് ഇല്ല, എനിക്ക് സാധാരണ പുലർച്ചെ ഉണരുന്ന ശീലമുണ്ട്. പിന്നെ രാത്രി ആ സോഫയിൽ കിടന്നതുകൊണ്ട് ശരീരാകെ ഒന്ന് പെരുത്തതുപോലെ. തോളുകളൊന്ന് തിരുമ്മിക്കൊണ്ട് ആയിഷ് ചിരിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആയിഷ്, ആ സോഫയിൽ കിടന്ന കഷ്ടപ്പെടുമെന്ന്. അത്രയും വലിയൊരു ബെഡുണ്ടായിട്ടും. അല്ലി പറഞ്ഞു മുഴുവനാക്കിയില്ല. ആയിഷ് മരപ്പാലത്തിന്റെ കൈവരിയിൽ പിടിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടിയാകുമ്പോൾ ഈ കഷ്ടപ്പാടുകളൊന്നും ഒരു ഭാരമായി തോന്നില്ലല്ലേ. എന്തായാലും നേരം പുലർന്നു. നമുക്കിന്ന് ഈ ദ്വീപ് മുഴുവൻ ഒന്ന് നടന്ന് കാണണം. എപ്പോഴും മുറിക്കുള്ളിൽ തന്നെ ഇരുന്നാൽ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാകും. അവൻ പറഞ്ഞത് ശരിയാണെന്ന് അല്ലിക്ക് തോന്നി. അവൾ പതുക്കെ തലയാട്ടി. രണ്ടുപേരും വേഗത്തിൽ പോയി ഫ്രഷായി പുറത്തിറങ്ങി. രാവിലെ ഇരുവർക്കും വസ്ത്രങ്ങളിൽ ഒരേ നിറത്തിന്റെ സാമീപ്യമുണ്ടായിരുന്നു. അല്ലിയൊരു വെള്ള ചുരിദാറാണ് ധരിച്ചിരുന്നത്. ആയിഷ ഒരു വെള്ള കുർത്തയും. റിസോർട്ടിന്റെ പ്രധാന ഭക്ഷണശാലയിലേക്ക് നടക്കുമ്പോൾ ജീവനക്കാരെല്ലാം അവരെ പുഞ്ചിരിയോടെയാണ് വരവേറ്റത്. രാവിലത്തെ ഭക്ഷണം ഒരു വലിയ മേശപ്പുറത്ത് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പലതരം പഴങ്ങൾ, ചൂടുള്ള അപ്പങ്ങൾ, കട്ടിപ്പാലൊഴിച്ച ചായ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആയിഷിന് ചായ മതിയോ അതോ കാപ്പിയോ? അല്ലി ചോദിച്ചു. എനിക്ക് ചായ മതി. നാട്ടിലെ പോലെ നല്ല കട്ടൻ ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ ഈ പാൽ ചായയാണ് കൂടുതൽ, ആയിഷ് പറഞ്ഞു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവർ നാട്ടിലെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ആയിഷ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും നിഖിലുമായിട്ടുള്ള അടിപിടികളെക്കുറിച്ചും എല്ലാം ആദ്യമായി അലിയോട് തുറന്നു പറഞ്ഞു. എപ്പോഴും ഗൗരവക്കാരനായി ബിസിനസ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ആയിഷിൻ്റെ ഉള്ളിൽ ഇത്രയും മനോഹരമായ ഒരു നാട്ടിൻ പുറത്തുകാരൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് അലി ഇപ്പോഴാണ് അറിയുന്നത്. ഭക്ഷണത്തിന് ശേഷം അവർ ദ്വീപിന്റെ മറുഭാഗത്തുള്ള വലിയ ബീച്ചിലേക്ക് നടന്നു. അവിടെ മനുഷ്യരാരും ഉണ്ടായിരുന്നില്ല. വെള്ളത്തരികൾ പോലെ തിളങ്ങുന്ന മണൽ പരപ്പ്. കടൽ വെള്ളം അത്രമേൽ സുതാര്യമായിരുന്നു. വെള്ളത്തിനടിയിലെ ചെറിയ പവിഴപ്പുറ്റുകൾ പോലും മുകളിൽ നിന്നും വ്യക്തമായി കാണാമായിരുന്നു. അല്ലി പതുക്കെ തൻ്റെ ചെരുപ്പുകൾ ഊരി കയ്യിലെടുത്തു.
മണലിന്റെ തണുപ്പും ഈർപ്പവും അവളുടെ കാൽപാദങ്ങളിലേക്ക് പടർന്നു. അവൾ പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നു. ചെറിയൊരു തിരമാല വന്ന് അവളുടെ പാദങ്ങളെ പുണർന്നു മടങ്ങിയപ്പോൾ അവൾ അറിയാതെ ഉറക്കെ ചിരിച്ചുപോയി. ആയിഷ കരയിൽ ഒരു തെങ്ങിന്റെ ചുവട്ടിലിരുന്ന് അവളുടെ ആ സന്തോഷം നോക്കി നിൽക്കുകയായിരുന്നു. കോളേജിലെ ആ ഗൗരവക്കാരിയായ പ്രൊഫസർ ഒടുവിൽ തൻ്റെ എല്ലാ വേലിക്കെട്ടുകളും പൊട്ടിച്ചെറിഞ്ഞ് ഒരു കൊച്ചുകുട്ടിയെ പോലെ കടലിൽ കളിക്കുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു. ആയുഷ്, അങ്ങോട്ട് നോക്ക്, എന്തൊരു ഭംഗിയാണ് ആ മീനുകളെ കാണാന്. ദൂരേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലി വിളിച്ചു പറഞ്ഞു. ആയിഷ പതുക്കെ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് നടന്നു ചെന്നു. അവനും തൻ്റെ കാൽപാദങ്ങൾ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു. രണ്ടുപേരും ഒന്നിച്ച് ആ നീലക്കടലിന് മുന്നിൽ നിന്നു. അല്ലി, നിനക്കിപ്പോ ഇവിടെ വന്നതിൽ വിഷമം തോന്നുന്നുണ്ടോ? ആയിഷ പതുക്കെ ചോദിച്ചു. അല്ലി കുറച്ചു നേരം മൗനമായി നിന്നു. പിന്നീട് അവൾ ആയിഷിന്റെ മുഖത്തേക്ക് നോക്കി. ആദ്യത്തെ ദിവസം വല്ലാത്തൊരു ഭയമായിരുന്നു ആയിഷ്. എൻ്റെ അനിയത്തിയുടെ സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന കുറ്റബോധം എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു, വിധി ചിലപ്പോൾ നമ്മളെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എത്തിക്കുന്നത് നമ്മൾ ചിന്തിക്കാത്ത ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കുമെന്ന്. നിങ്ങളെപ്പോലെ ഇത്രയും മാന്യനായ ഒരാൾ കൂടെയുള്ളത് എൻ്റെ ഭാഗ്യമാണ്. അല്ലയുടെ ആ തുറന്നു പറച്ചിൽ ആയിഷിൻ്റെ ഉള്ളിൽ വലിയൊരു സന്തോഷം നിറച്ചു. നാട്ടിൽ വെച്ച് പരസ്പരം കാണുമ്പോൾ മുഖം തിരിച്ച് നടന്നിരുന്ന അവർക്കിടയിൽ ഇപ്പോൾ ഈ കടൽ തീരത്ത് വെച്ച് ഒരു പുതിയ സൗഹൃദത്തിന്റെ വിത്ത് മുള പൊട്ടുകയായിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് അവർ റിസോർട്ടിന്റെ മറ്റു ചില വിനോദങ്ങളിൽ പങ്കെടുത്തു. കടലിന് മുകളിലൂടെയുള്ള ബോട്ട് യാത്രയും ദ്വീപിന്റെ ഉൾഭാഗങ്ങളിലെ ചെറിയ കാടുകളിലൂടെയുള്ള നടത്തവും എല്ലാം അവരുടെ അകലങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി. സംസാരിക്കാൻ വിഷയങ്ങളില്ലാതിരുന്ന അവർക്കിടയിലേക്ക് ഇപ്പോൾ ഒരുപാട് കഥകൾ കടന്നു വന്നിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും അവർ വീണ്ടും തങ്ങളുടെ വില്ലയിൽ തിരിച്ചെത്തി. വില്ലയുടെ പുറത്തുള്ള ചെറിയ നീന്തൽ പൂളിന്റെ അരികിലിരുന്ന് അവർ ദൂരേക്ക് നോക്കി. സൂര്യൻ പതുക്കെ കടലിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു. ആകാശമാകെ ചുവപ്പും ഓറഞ്ചും നിറങ്ങൾ കലർന്ന് ഒരു വലിയ പെയിന്റിംഗ് പോലെ മനോഹരമായി തോന്നി. ആ സമയത്താണ് അല്ലിയുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചത്. നാട്ടിൽ നിന്നും നിഖിലായിരുന്നു അത്. അല്ലി വേഗത്തിൽ ഫോൺ സ്പീക്കറിലിട്ടു. ചേച്ചി, ആയിഷേട്ടാ, അവിടെ എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? നിങ്ങൾ നന്നായി ആസ്വദിക്കുന്നുണ്ടോ? നിഖിലിന്റെ ശബ്ദത്തിൽ വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഡാ നിഖിലേ, എവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട്. അതല്ല, ആനിക്കിപ്പോ എങ്ങനെയുണ്ട്? ആയിഷ ചോദിച്ചു. ആനിക്കിപ്പോ പൂർണ്ണമായി സുഖമായി ഏട്ടാ. ഞങ്ങളിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലെത്തി. ടിക്കറ്റ് കാശ് നഷ്ടപ്പെടുത്താതെ നിങ്ങൾ രണ്ടുപേരും പോയത് എത്ര നന്നായി എന്ന് ഞങ്ങളിപ്പോൾ ആലോചിക്കുകയായിരുന്നു. നാട്ടിലെല്ലാവർക്കും സന്തോഷമാണ്, നിഖിൽ പറഞ്ഞു. ഫോൺ വെച്ചതിന് ശേഷം ആയിഷും അല്ലിയും പരസ്പരം നോക്കി. അവരുടെ മനസ്സിലിപ്പോൾ ആ പഴയ കുറ്റബോധമില്ലായിരുന്നു. കാരണം നാട്ടിൽ എല്ലാവരും സന്തോഷത്തിലാണ്. രാത്രിയായപ്പോൾ അവർ വീണ്ടും ഭക്ഷണശാലയിലേക്ക് പോയി. ഇത്തവണ വെയിറ്റർ അവരെ വിളിച്ചപ്പോൾ അല്ലിയുടെ മുഖത്ത് ആ പഴയ അസ്വസ്ഥത ഉണ്ടായിരുന്നില്ല. അവർ ആ സാഹചര്യത്തോട് പതുക്കെ പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരുന്നു. വില്ലയിൽ തിരിച്ചെത്തിയപ്പോൾ ആയിഷ വീണ്ടും തൻ്റെ തലയണയും പുതപ്പും എടുത്ത് ആ വലിയ സോഫയിലേക്ക് പോകാൻ ഒരുങ്ങി. ആയുഷ്, അല്ലി അവനെ തടഞ്ഞു. എന്താ അല്ലി? ആയിഷ തിരിഞ്ഞു നോക്കി. ഇന്നുകൂടി നിങ്ങൾ ആ സോഫയിൽ കിടന്ന നാളെ നിങ്ങൾക്ക് എഴുന്നേക്കാൻ കഴിയില്ല. ഈ ബെഡ് ഒരുപാട് വലുതാണ്. ആയിഷിനൊരു വശത്ത് കിടക്കാം. നമുക്കിടയിൽ ആ വലിയ തലയണകൾ വെച്ചാൽ മതി. എനിക്കിപ്പോൾ ആയിഷിനെ ഭയമില്ല. നമ്മളിപ്പോൾ നല്ല സുഹൃത്തുക്കളല്ലേ? അല്ലി വളരെ ആത്മാർത്ഥതയോടെ പറഞ്ഞു. ആയിഷ കുറച്ചു നേരം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. അതിൽ ഭയത്തിന് പകരം വലിയൊരു വിശ്വാസമാണ് അവൻ കണ്ടത്. അവൻ പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. അന്ന് രാത്രി ആ വാട്ടർ വില്ലയിൽ അവർക്കിടയിൽ വലിയൊരു വിശ്വാസത്തിൻ്റെ അതിർവരമ്പുകൾ നിലനിർത്തിക്കൊണ്ട് അവർ ഒരേ കട്ടിലിൽ ഇരുവശങ്ങളിലായി കിടന്നു.
പുറത്ത് തിരമാലകൾ വന്ന് വില്ലയുടെ തൂണുകളിൽ മുട്ടുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ആ രാത്രിയിൽ അവരിരുവരുടെയും മനസ്സുകൾ ഒരുപാട് അടുത്തിരുന്നു. വരാൻ പോകുന്ന നാളുകൾ തങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നറിയാതെ ആ കടൽക്കാറ്റിൻ്റെ സംഗീതത്തിൽ അവർ രണ്ടുപേരും പതുക്കെ ഉറക്കത്തിലേക്ക് വീണു. ഇത് നമ്മുടെ സ്റ്റോറിയുടെ 4ാമത്തെ പാർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.